ഹൈവ അങ്ങ് മലപ്പട്ടത്ത് നിന്ന് ഒരു മോങ്ങൽ ഉയർന്നു കേൾക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. വിമുക്ത ഭടൻ, രാജ്യസ്നേഹം തുടങ്ങിയ ആലങ്കാരിക പദത്തിൽ തെമ്മാടിത്തം കാണിച്ച് ഒരുത്തനെ ന്യായീകരിക്കുകയാണ്. ഒരു പ്രശ്നവുമില്ലാതിരുന്ന മലപ്പട്ടത്ത് ഒരു തരികിട ഗാന്ധി സ്തൂപം കിട്ടുന്നു. ഗാന്ധി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ കരുതും മഹാത്മാഗാന്ധിയാണെന്ന്. മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു ഒരു മൂലയിൽ. പക്ഷേ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി തുടങ്ങിയവരുടെ ഫോട്ടോ വച്ചിട്ട് ഗാന്ധി സ്തൂപം എന്ന പേരെങ്ങനെയാണ് അതിന് കൊടുക്കാൻ കഴിയുന്നത്? അങ്ങനെ ഒരു ഉടായ്പ സ്തൂപം വെച്ച് വിമുക്ത ഭടൻ രാത്രി അവൻ തന്നെ തകർത്തു. എന്നിട്ട് ഇടതുപക്ഷമാണ് ചെയ്തത് എന്ന പേരിൽ മലപ്പട്ടത്ത് യൂത്ത് വ്യാജനയും വിളിച്ചുകൊണ്ടുവന്നും പുറത്തുനിന്ന് കുറച്ച് ഗുണ്ടകളെ ഇറക്കി ചില അക്രമങ്ങൾ അങ്ങ് കാട്ടി. എന്നിട്ടങ്ങ് പോകാമെന്ന് കരുതി. പണി വരുന്നുണ്ട് അവറാച്ച എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ പണി വന്നപ്പോൾ യൂത്ത് വ്യാജൻ്റെ സോഷ്യൽ മീഡിയ മോങ്ങൽ കാണണേ. വിമുക്ത ഭടനാണ്, രാജ്യത്തെ സേവിച്ചവനാണ്. തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഒരു ഗാന്ധി സ്തൂപം സ്ഥാപിച്ചു. ആ ഗാന്ധി സ്തൂപവും തകർത്ത് വീടും ആക്രമിച്ച CPM ഗുണ്ടകൾ പുറത്ത്. ആ ഗാന്ധി സ്തൂപം സ്ഥാപിച്ച വിമുക്ത ഭടൻ പോലീസ് കസ്റ്റഡിയിൽ. അതാണ് പിണറായി പോലീസ് എന്ന പീറ പോലീസ്. ആണോ മോനെ വ്യാജ? പിണറായി പോലീസ് പീറ പോലീസ് ആണത്രേ. ഇതൊന്നും അല്ലല്ലോ അന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥനോട് നീ അടിച്ച ഡയലോഗുകൾ. എന്തേ തോന്നിവാസം കാണിച്ചിട്ട് അങ്ങ് പോകാമെന്ന് കരുതിയോ? വിമുക്ത ഭടനും രാജ്യസേവനവും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മാസാമാസം ഈ നാട്ടിലെ നികുതി പണം എടുത്ത് അവന് ശമ്പളവും കൊടുത്തിട്ടുണ്ട്. ആ ശമ്പളമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നിരുന്നിട്ട് മാന്യതയോടെയും മര്യാദയോടെയുമാണ് ജീവിക്കേണ്ടത്. എനിക്ക് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ പേരെടുക്കാൻ എന്തെങ്കിലും തോന്നിവാസം കാണിക്കണം. അതിനെളുപ്പം ഗാന്ധിജിയാണ്. ഏത് ഗാന്ധിജി? രാഹുൽ ഗാന്ധിയുടെ ഓഫീസിനകത്ത് SFIക്കാർ വാഴ വെച്ച സന്ദർഭത്തിൽ ഇവർ ചുവരിൽ നിന്നെടുത്ത് അടിച്ചു പൊട്ടിച്ച അതേ ഗാന്ധിജി ഉണ്ടല്ലോ, ആ ഗാന്ധിയോട് മലപ്പട്ടത്തെത്തുമ്പോൾ വേറൊരു സ്നേഹമാകുമത്രേ. ആ ഉടായ്പ് ഗാന്ധി സ്നേഹം അത് വെച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാനുള്ള നാടകം നടത്തി ഈ രീതിയിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അങ്ങ് വിടുമെന്ന് കരുതിയോ? നടക്കണ കേസല്ല മോനെ. ഇതൊക്കെ ചെറിയ സാമ്പിൾ വെടിക്കെട്ടാണ്. വീട് തകർത്തേ, രാജ്യസ്നേഹമേ, ഗാന്ധി സ്തൂപമേ എന്നൊന്നും മോങ്ങിയിട്ട് കാര്യമില്ല. തോന്നിവാസവും തെമ്മാടിത്തവും കാണിച്ചാൽ ഞാൻ പഴയ വിമുക്ത ഭടനായ പട്ടാളം പുരുഷു എന്ന് പറഞ്ഞാലും ഈ നാടത് വകവെച്ച് കൊടുക്കില്ല. തലസ്ഥാനത്ത് തന്നെ ഇതുപോലൊരു വിമുക്ത ഭടൻ എൻ്റെ മുതുകത്ത് SDPI ചാപ്പ കുത്തിയെ എന്ന നിലയ്ക്ക് കലാപമുണ്ടാക്കാൻ വേണ്ടി ഒരു വ്യാജ വാർത്ത സൃഷ്ടിച്ചത് നമ്മൾ ഓർക്കുന്നില്ലേ? അതേ മനസ്സുള്ള മറ്റൊരു വിമുക്ത ഭടനാണ്. ആ വിഷത്തെ രാജ്യസ്നേഹവും വിമുക്ത ഭടനെന്നൊക്കെ വെള്ള പൂശിക്കൊണ്ടുവന്നാൽ അങ്ങ് വെറുതെ വിടുമെന്ന് കരുതണ്ട. ചെയ്തതിനൊക്കെയും കണക്ക് പറഞ്ഞിട്ടേ പോകാൻ പറ്റൂ. അക്കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. വ്യാജൻ ഇതുപോലെ കരഞ്ഞ് ഞാൻ ഒപ്പമുണ്ട് എന്ന തോന്നലുണ്ടാക്കിയാൽ മതി. വ്യാജനും ചെയ്തതിന് പിന്നാലെ തന്നെ അതിൻ്റെ സമ്മാനം തേടി വരുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയവും വേണ്ട. അതാണ് പിണറായി പോലീസ്.